അത് ശരി. ഞാൻ ഇവിടുന്ന് പോയപ്പം അവള് ഗേറ്റൊക്കെ പൂട്ടി എന്നെ പുറത്താക്കി കണക്കാം. അവളെ എന്നാടുക്കോളെ അവളെ ഇന്ന് ഗേറ്റ് തുറക്കാൻ എന്നത്ര മനുഷ്യ കിടന്ന് കൂവുന്നേ? ഗേറ്റ് തുറന്നിട്ടേക്കുന്ന കണ്ടു. ഞാൻ കണ്ടില്ലായിരുന്നു സത്യം. പിന്നെ അതങ്ങാനും തള്ളി എല്ലെങ്ങാനും ഒടുങ്ങി ഇവിടെ കിടന്ന ഞാൻ നോക്കാലോ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ട അത്തക്കളാ. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ട കൊള്ളത്തില്ലായിരിക്കും. പക്ഷെ ഇതിനെന്തോ ഒരു കുറവുണ്ട്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ കുറവല്ലേ കണ്ടുപിടിക്കത്തുള്ളൂ. ഇന്ന് എന്ത് കുറവാണാവോ? ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ സുഭാഷിന്റെ വീട്ടിൽ അത്തോട്ടിട്ടുണ്ട്, രഘുവിന്റെ വീട്ടിൽ അത്തോട്ടിട്ടുണ്ട്. അതുപോലെ നീ ഒരു അത്തോട്ടിരിക്കുക. പക്ഷെ അതിനൊക്കെ ഒരു വെറൈറ്റി വേണം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി വേണം. ഈ സാധനത്തിന്റെ കുറവ് ഞാൻ കാണിച്ചു. എന്റെ ദൈവമേ, നല്ലൊരു അത്തക്കള ഇട്ടിട്ട് അതിന്റെ നടുക്ക് പട്ടച്ചാരയും കൊണ്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വട്ടാണോ മനുഷ്യ? പറയുന്നേക്ക് എടി, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വെറൈറ്റി വേണം, അതിൻ്റെതായിട്ടൊരു ഐഡന്റിഫിക്കേഷൻ വേണം. ഇപ്പോ ആര് വന്നു കണ്ടാലും അവർക്ക് ചോദിക്കേണ്ട കാര്യം ഇത് ബൈജുവിന്റെ വീട്ടിൽ അത്തോന്ന് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. സെൻട്രൽ കുപ്പി വന്നാൽ വേറെ ആരുടെ? ഈ കുപ്പി എടുത്ത് നിങ്ങൾ മാറ്റുന്നോ അതോ ഞാൻ എടുത്തിട്ട് പൊട്ടിച്ചു കളയണോ? കുടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് മടി വെച്ചോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പൊട്ടിച്ചു കളയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വലിയ ആളുകളില്ലേ ഈ എന്റെ ദാഹജലത്തെ പറ്റി സംസാരിച്ച എന്നെ തല്ലിക്കൊന്നാലും ശരി, ഇതങ്ങനെ പൊട്ടിച്ചാൽ നിന്റെ വീട് ഞാൻ തല്ലി പൊട്ടിക്കും. ദേ, എന്റെ നൈജീരിയുള്ള അമ്മായി എനിക്ക് വെറുതെ താമസിച്ചോളം തന്നിരിക്കുന്ന ഈ വീട് തല്ലി പൊട്ടിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്, ഉള്ള കാര്യം പറഞ്ഞേക്കാം. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടുന്നാ നിങ്ങൾക്ക് ഈ കുപ്പി മേടിക്കാൻ കാശ്? ഞാൻ ഇതിനകത്തിട്ടിരുന്ന നൈജീരിയയിലെ അമ്മായിയുടെ അമ്മാവന്റെ കോട്ട് എന്തിയാ മനുഷ്യ? നൈജീരിയയിലെ അമ്മായിയുടെ അമ്മാവന്റെ കറുത്ത കോട്ട് അവിടെ തൂക്കിയിട്ടിരുന്നത് എന്തിയെന്ന്? നിന്റെ നൈജീരിയയിലെ അമ്മാവന്റെ കോട്ട് രാവിലെ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ കോട്ടടിച്ചത്. എനിക്ക് അപ്പഴേ അറിയായിരുന്നു എന്റെ അമ്മാവ. ഞാൻ എന്റെ അമ്മാവനോട് ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയും? എന്റെ അമ്മായി എന്നെ ഇവിടുന്ന് ഇറക്കി വിടുവല്ലോ. മനുഷ്യ, നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ അമ്മായിയുടെ കോട്ട് എടുത്ത് നിങ്ങൾ കൊടുത്തത്? ഇനി ഇതെങ്ങനെ മേടിക്കും? നിന്റെ അമ്മാവന് കോട്ട് വലുതാണെങ്കിൽ എനിക്ക് എന്റെ കോട്ടർ വലുതാ. എന്റെ കുഞ്ഞിനെ പോലെ ഞാൻ എന്റെ കോട്ടറിനെ കാണുന്നത്. ഈ കോട്ടറിനെ പോലെ എന്റെ കൊച്ചിനെ ഇയാൾ നോക്കിയിരുന്നെങ്കിൽ അതിങ്ങനെ പിഴച്ച് പിഴയും തല്ലി നടക്കത്തില്ലായിരുന്നു. കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എന്റെ അമ്മാവന്റെ കോട്ട് വിറ്റിട്ട് നിങ്ങൾ ഈ കോട്ടർ കുടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിട മനുഷ്യ, മനുഷ്യ വിടാനാ പറഞ്ഞത്. നിങ്ങളിത് കുടിക്കണ്ട. എന്റെ ദാഹജലം ഒരു ചേട്ടന്മാരും ഇവിടെ ഇല്ല. എല്ലാ ചേട്ടന്മാരും ബീവറേജ് ക്യൂ നിൽക്കും, അറിയാവോ? ഞാൻ ഇപ്പൊ കണ്ടിട്ട് വന്ന. നിനക്കറിയാവോ, നീ എപ്പോഴും പറയല്ലോ മറ്റുള്ള ആണുങ്ങളെ പോലെ കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം എന്നൊക്കെ. അതുപോലെ കഷ്ടപ്പെട്ട് ബീവറേജ് കൊണ്ട് ക്യൂ പോയി കഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ് നീ കളഞ്ഞ. നിന്നെ കൊല്ലും ഞാൻ, നിനക്ക് ശാപം കിട്ടും. അത് സാരമില്ല, ഒന്നും അത് പോട്ടെ. ചേട്ടൻ വന്നേ, നമുക്ക് ഊണ് കഴിക്കാൻ പാ. നല്ലൊരു ഓണമായിട്ട്. ഊണ് എന്റെ പട്ടിക്ക് വേണം. നിങ്ങൾ തിന്നണ്ട, ഞാനത് പട്ടിക്ക് കൊടുക്കും, നോക്കിക്കോ. എനിക്ക് മനസ്സിലായിടി. എന്തോന്ന്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ. ഞാനൊന്നും പറഞ്ഞില്ല, എനിക്കൊരു ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഞാൻ അറിയാണ്ട് പറഞ്ഞു. തെറ്റാണെങ്കിൽ വേണ്ട. വന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാനൊരു ഫുള്ളും മേടിച്ചടിക്കാതെ ഈ ഹോമിന്റെ സ്റ്റെപ്സ് ഞാൻ വെക്കത്തില്ല. ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് കേറിയാ നിങ്ങളുടെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ കുടിച്ചിട്ട് ഇങ്ങോട്ട് കേറി നോക്ക്. പിന്നെ കാണാം. നീ ഒന്ന് പോ മനുഷ്യ, നിങ്ങൾ ഇറങ്ങി പോ. ഒരു കാലം നേരെ ആവത്തില്ല. ഇത് റിയാലിറ്റി ഷോകളുടെ കാലമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ചാനലുകൾക്കുള്ള ജാഗരം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ റിയാലിറ്റി ഷോസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, കുട്ടികള്, പിന്നെ കൗമാരക്കാർക്ക്, ഭാര്യ ഭർത്താക്കന്മാർ. അതെ, എന്തിനേറെ പറയുന്നു, വിസ കിട്ടി കാത്തിരിക്കുന്ന നമ്മുടെ അപ്പൂപ്പന്മാര്. കറക്റ്റ്.
പാടുമ്പം പണം കിട്ടും പരിപാടി ടിവിയിൽ കണ്ട് കാര്യങ്ങൾ അറിയാതെ ഞാനേ ചെന്ന് കേറിക്കൊണ്ടൊരു പാട്ട് പാടും നേരം ചൊല്ലി ഒരാൾ സംഗതി വരുന്നില്ല മോനെ പാടുമ്പം പണം കിട്ടും പരിപാടി ടിവിയിൽ കണ്ട് കാര്യങ്ങൾ അറിയാതെ ഞാനേ ചെന്ന് കേറിക്കൊണ്ടൊരു പാട്ട് പാടും നേരം ചൊല്ലി ഒരാൾ സംഗതി വരുന്നില്ല മോനെ ഏതൊക്കെ ദുനിയാവിൽ ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു 7-8 കോടിയുടെ കാറുണ്ടെന്നും മൊഴിഞ്ഞു എത്രയോ ലക്ഷം രൂപ തരുമെന്നു പറഞ്ഞു ഏറെ നാളായി പാടി ചങ്കിൽ ചോര കിനിഞ്ഞു എണ്ണട്ടെ ഇനി കിട്ടിയ SMS കുറഞ്ഞു നോതട്ടെ നിങ്ങളുടെ സ്റ്റേജ് മൊത്തം തീയിടുമെന്ന് ഗസ്റ്റ് വന്നാൽ ഓടിടുമെന്ന് മുത്തേ ഈളിച്ചു കാട്ടും തത്തേ മംഗ്ലീഷ് ചൊല്ലും വിത്തേ ഉടനെ എനിക്ക് നല്ലൊരു മാർക്ക് തരുവാൻ ചൊല്ലു കണ്ണു തുറക്കൂ തേങ്ങളൊതുക്കൂ പാടുമ്പം പണം കിട്ടും പരിപാടി ടിവിയിൽ കണ്ട് കാര്യങ്ങൾ അറിയാതെ ഞാനേ ചെന്ന് കേറിക്കൊണ്ടൊരു പാട്ട് പാടും നേരം ചൊല്ലി ഒരാൾ സംഗതി വരുന്നില്ല മോനെ പാടുമ്പോ കളിയാക്കി ഇണം തെറ്റിച്ചാളെ ചുമ്മാ കോഴിയാക്കിയിടുന്നെന്തിനാണ് ഇന്ന് ഫൈനലിൽ എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണി ദുനിയാവിൽ വേറെ പാടുമ്പോ കളിയാക്കി ഇണം തെറ്റിച്ചാളെ ചുമ്മാ കോഴിയാക്കിയിടുന്നെന്തിനാണ് ഇന്ന് ഫൈനലിൽ എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണി ദുനിയാവിൽ വേറെ തുടക്കത്തിലെ ചില തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും മൊത്തം തെറ്റായിരുന്നു. മോൻ എന്തുവാ മോനെ പാടിയത്? മോനൊരു പാട്ട് പാടിയതാണോ ഞങ്ങളെല്ലാവരും ചീത്ത വിളിച്ചതാണോ? അല്ല, ഞങ്ങൾക്ക് കേട്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്, അതുകൊണ്ട് പറഞ്ഞതാ. മോനെ ഇങ്ങനല്ല, നമ്മളെ ഇഷ്ടപ്പെടണം, അതിനുവേണ്ടി പാടണം, മനസ്സിലായോ? ജഡ്ജിന്റെ പവർ വെച്ച് എന്നെ വിരട്ടാൻ നോക്കണ്ട, പാട്ടിന്റെ ടെമ്പോ കൂട്ടിത്തുള്ളാൻ പറയാൻ നിക്കണ്ട, ഓരോരോ റൗണ്ടുണ്ടെന്ന് കാശ് വിടുങ്ങാൻ നോക്കണ്ട, പിച്ചിലും മാന്തലുമില്ലെന്നോതി മക്കാറാക്കണ്ട. തഞ്ചത്തിൽ അവതാരക എന്നൊരു പേരിൽ വാഴണ വമ്പത്തി, നിന്റെ തോണ്ടലും തലയാട്ടലും ഇന്ന് തീർത്തെടുക്കും ദിനമാണല്ലോ ഒത്തേ. ഇവളെനിക്ക് സ്വത്തെ അരികെ വരുമുത്തേ, നീ കൂടെ പോന്ന ഫ്ലാറ്റും വേണ്ടടി, കാറും വേണ്ടടി, ഭ്രാന്ത് പിടിക്കണ ഷോയും വേണ്ടടി. പാടുമ്പം പണം കിട്ടും പരിപാടി ടിവിയിൽ കണ്ടേ കാര്യങ്ങൾ അറിയാതെ ഞാനേ ചെന്ന് കേറിക്കൊണ്ടൊരു പാട്ട് പാടും നേരം ചൊല്ലി ഒരാൾ സംഗതി വരുന്നില്ല മോനെ.